My dear students, good morning. Now we are going to discuss a new topic, role of business ethics in different areas. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ് എന്താണ് എത്തിക്സ്, ബിസിനസ് എത്തിക്സ്, വാട്ട് ആർ ദ എത്തിക്കൽ തിയറീസ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് എത്തിക്സ്, റോൾ ഓഫ് എത്തിക്സ്, എത്തിക്കൽ ഡിലേമ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ബിസിനസ് എത്തിക്സിൻ്റെ റോള്, ഡിഫറെൻറ്റ് ഏരിയാസിൽ ബിസിനസ് എത്തിക്സിൻ്റെ റോള് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. വാട്ട് ആർ ദ റോൾ ഓഫ് ബിസിനസ് എത്തിക്സ് ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ്? ഫസ്റ്റ് വൺ, റോൾ ഓഫ് ബിസിനസ് എത്തിക്സ് ഇൻ ഫീൽഡ് ഓഫ് ഫിനാൻസ്. ഏതൊക്കെ ഫീൽഡുകളിലാണ് ബിസിനസ് എത്തിക്സിന് പ്രാധാന്യമുള്ളത് എന്നാണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുകയാണ് റോൾ ഓഫ് ബിസിനസ് എത്തിക്സ് ഇൻ ദ ഫീൽഡ് ഓഫ് ഫിനാൻസ്. ഫിനാൻസിൻ്റെ ഫീൽഡിൽ റോളുണ്ട്. സെക്കൻഡ് വൺ എന്താണ് പറയുന്നത്? റോൾ ഓഫ് ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സിൻ്റെ റോള് സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലുണ്ട്. റോൾ ഓഫ് ബിസിനസ് എത്തിക്സ് ഇൻ HR, ദാറ്റ് മീൻസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലുണ്ട്. റോൾ ഓഫ് ബിസിനസ് എത്തിക്സ് ഇൻ പ്രൊഡക്ഷനിലുണ്ട്. അതുപോലെ തന്നെ റോൾ ഓഫ് ബിസിനസ് എത്തിക്സ് ഇൻ ടെക്നോളജീസ്, അതായത് ഫിനാൻസിലും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, പ്രൊഡക്ഷൻ, ടെക്നോളജി, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഏരിയാസിലൊക്കെ ബിസിനസ് എത്തിക്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസാണ് ഉള്ളത്. ദെൻ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആർഗ്യുമെൻറ്റ്സ് ഫോർ ബിസിനസ് എത്തിക്സ്. എന്തൊക്കെ ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത് എന്ന്? ആർഗ്യുമെൻറ്റ്സ് ഫോർ ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സ് നല്ലതാണ് എന്ന് വാദിക്കുന്ന കുറേ പേരുണ്ടാവും. അതേപോലെ ബിസിനസ് എത്തിക്സ് എഗെയിൻസ്റ്റ് ആണ് എന്ന് വാദിക്കുന്ന കുറേ പേരുണ്ടാവും. അപ്പോൾ ബിസിനസ് എത്തിക്സ് വേണം എന്ന് വാദിക്കുന്ന ആർഗ്യുമെൻറ്റ്സ് അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബിസിനസ് എത്തിക്സ് ഇംപ്രൂവ് സൊസൈറ്റി. ഒരു കൂട്ടം ആളുകൾ പറയുകയാണ് ബിസിനസ് എത്തിക്സ് ഇംപ്രൂവ് സൊസൈറ്റി. ബിസിനസ്സിൽ എത്തിക്സ് ഫോളോ ചെയ്യുമ്പോൾ സൊസൈറ്റിക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. സെക്കൻഡ് വൺ, കൾട്ടിവേറ്റ് സ്ട്രോങ് ടീം വർക്ക് ആൻഡ് പ്രൊഡക്ടിവിറ്റി. വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ടീം വർക്ക്, അതുപോലെ തന്നെ നല്ല പ്രൊഡക്ടിവിറ്റിനെയും സഹായിക്കുന്നു. ഹെൽപ്പ് ടു എൻഷുർ ദാറ്റ് പോളിസീസ് ആർ ലീഗൽ. എന്താണ് ഉറപ്പുവരുത്തുന്നത്? എല്ലാ പോളിസീസും നിയമപരമായിട്ട് തന്നെയാണ്, എത്തിക്സൊക്കെ കറക്റ്റായിട്ട് ബിസിനസ്സിൽ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ്. എല്ലാം വളരെയധികം നിയമപരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഉറപ്പുവരുത്താനായിട്ട് പറ്റും. ഹെൽപ്പ് ടു മാനേജ് വാല്യൂസ്. നല്ല നല്ല വാല്യൂസ് മാനേജ് ചെയ്യുന്നതിന് സഹായിക്കും. സപ്പോർട്ട് എംപ്ലോയി ഗ്രോത്ത് ആൻഡ് മീനിങ്. എംപ്ലോയിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെയൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹെൽപ്പ് ടു അവോയ്ഡ് ക്രിമിനൽ ആക്ട്സ് ഓഫ് ഒമിഷൻ. അതായത് നമുക്ക് വേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ക്രിമിനലായിട്ടുള്ള പശ്ചാത്തലം ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഫോർമൽ അറ്റൻഷൻ ഓഫ് എത്തിക്സ്. എത്തിക്സിൽ നല്ലൊരു അറ്റൻഷൻ കൊടുക്കാനായിട്ട് പറ്റും. ലോ കനോട്ട് പ്രൊട്ടക്റ്റ് സൊസൈറ്റി. എത്തിക്സ് ക്യാൻ. ബിസിനസ്സിൽ നല്ല എത്തിക്സ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് സൊസൈറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നല്ലൊരു വാല്യൂ, നല്ലൊരു മൂല്യം കൂടി കൊണ്ടുവരിക എന്നുള്ളതും വളരെ പ്രധാനമാണ്. ദിസ് ഈസ് ദ ആർഗ്യുമെൻറ്റ്സ് ഫോർ ബിസിനസ് എത്തിക്സ്. നമുക്കൊന്നുകൂടി നോക്കാം. ഇംപ്രൂവ് സൊസൈറ്റി. ബിസിനസ് എത്തിക്സ് ഇംപ്രൂവ് സൊസൈറ്റി. ഇറ്റ് ഹെൽപ്സ് ടു ടീം വർക്ക് ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഇറ്റ് ഹെൽപ്സ് ടു എൻഷുർ policies are legal. Help to manage values. Support employees growth and meaning. That means growth and development improve ചെയ്യാനായിട്ട് പറ്റും. Helps to avoid criminal act. Formal attention of ethics. Law cannot protect society. Ethics can. അതായത് നിയമത്തിന് സൊസൈറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എത്തിക്സിനെ സൊസൈറ്റീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അത്രയും വളരെ നല്ലതാണ് എത്തിക്സ് എന്നതാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് ബിസിനസ് എത്തിക്സ്. ബിസിനസ്
എത്തിക്സിന് എതിരായി നിൽക്കുന്ന ആർഗ്യുമെൻറ്റ്സ്. കുറേ പേരൊക്കെ ബിസിനസ് എത്തിക്സ് വേണമെന്ന് പറയുന്നുണ്ട്, ബിസിനസ്സിൽ എത്തിക്സ് ഫോളോ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. കുറച്ച് പേര് നേരെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്തിനാണ് ബിസിനസ്സിൽ എത്തിക്സ്? അങ്ങനെ ഒരു പറ്റം ആളുകളുണ്ട്. നോ പ്ലേസ് ഫോർ ബിസിനസ് എത്തിക്സ് ഇൻ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. ബിസിനസ്സിൽ എത്തിക്സിൻ്റെ ആവശ്യമില്ല, അതത്ര വളരെയധികം പെർഫെക്റ്റ് ആവുന്നൊന്നും തോന്നുന്നില്ല എന്നാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നത്. കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ഈ എത്തിക്സ് കൊണ്ടുവന്നാൽ അത്ര പെർഫെക്റ്റ് ആവില്ല എന്നാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നത്. ബിസിനസ് മാനേജർ ഷുഡ് സിംഗിൾ മൈൻഡഡ് പേഴ്സ്യൂ ഇൻട്രസ്റ്റ് ഓഫ് ദിയർ ഫേംസ്. മാനേജർ നോക്കുന്നത് എന്താണ്? ഒരു ഫേമിൻ്റെ മാത്രം ലക്ഷ്യങ്ങളാണ് അല്ലേ, അല്ലാതെ ആ എംപ്ലോയീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതിലൊന്നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരേണ്ടത്. ഒബേയിങ് ലോ ഈസ് എത്തിക്കൽ. ഇവിടെ നിയമം മാത്രമാണ് എത്തിക്കൽ, അല്ലാതെ വേറെ എത്തിക്സിനെയൊന്നും ഇവിടെ കൊണ്ടുവരുന്നില്ല. ഗഡ് ഫീലിംഗ് ആർഗ്യുമെൻറ്റ്, അത് അത്രയ്ക്കും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഫീലിംഗ് അല്ല ഈ എത്തിക്സ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ബിസിനസ് എത്തിക്സിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആർഗ്യുമെൻറ്റ്സ്. ഒന്നുകൂടി നോക്കാം. ഒരു കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ പെർഫെക്റ്റ് ആയിട്ട് ഈ എത്തിക്സ് ഫോളോ ചെയ്താൽ അത് വിജയിക്കുന്ന ഒരു ഉറപ്പില്ല എന്നാണ് പറയുന്നത്. ബിസിനസ് മാനേജർ ഷുഡ് സിംഗിൾ മൈൻഡഡ് പേഴ്സ്യൂ ഇൻട്രസ്റ്റ് ഓഫ് ദെയർ ഫേംസ്. വെറും ഫേംസിൻ്റെ ഇൻട്രസ്റ്റ് മാത്രമാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ളൂ എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. ഒബേ ലോ ഈസ് എത്തിക്കൽ. നിയമങ്ങൾ അനുസരിക്കുക, ഇത് മാത്രമാണ് എത്തിക്സ്. ദെൻ ഗഡ് ഫീലിംഗ് ആർഗ്യുമെൻറ്റ്, അതൊരു നല്ലൊരു ഫീലിംഗ് ആയിട്ടല്ല അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ഓഫ് വാല്യൂസ്. വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് വാല്യൂസ്? വാല്യൂസ് തന്നെ പലതരത്തിലുണ്ട്. ഒന്ന് ഹ്യൂമൻ വാല്യൂസ്. ഹ്യൂമൻ വാല്യൂസ് കൺസിസ്റ്റ് ഓഫ് ഓൾ ദാറ്റ് ആർ യൂണിവേഴ്സലി അപ്ലിക്കബിൾ ടു ഓൾ പീപ്പിൾ. ദീസ് വാല്യൂസ് റിലേറ്റ് ടു ട്രൂത്ത്. അതായത് നമ്മൾ കൊണ്ടുവരേണ്ട മൂല്യങ്ങൾ എന്തെല്ലാം, ഒരു ബിസിനസ്സിൽ കൊണ്ടുവരേണ്ട മൂല്യമാണ് ഹ്യൂമൻ വാല്യൂ, മാനുഷികമായിട്ടുള്ള ഒരു മൂല്യം. ദാറ്റ് മീൻസ് ട്രൂത്ത്, സത്യസന്ധമായിരിക്കണം അല്ലേ, സമാധാനപരമായിരിക്കണം, എല്ലാവർക്കും ലവ്, കമ്പാഷൻ, ഹാർമണി, നോൺ വയലൻസ്, ഹ്യൂമൻ ബിഹേവിയർ വളരെയധികം നല്ലതായിരിക്കണം. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ വാല്യൂ. സെക്കൻഡ് വാല്യൂ സോഷ്യൽ വാല്യൂ. സോഷ്യൽ വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിയുടെ കോമൺ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്താണെന്ന് നോക്കി, ഒരു ഇൻഡിവിജ്വലിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് അല്ല നോക്കേണ്ടത്. ഞാൻ എന്ന വ്യക്തിയുടെ ആവശ്യങ്ങൾക്കല്ല അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, സൊസൈറ്റിയുടെ ആവശ്യങ്ങൾക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതാണ് സോഷ്യൽ വാല്യൂസ്. ദെൻ നെക്സ്റ്റ് വൺ, പ്രൊഫഷണൽ വാല്യൂസ്. പ്രൊഫഷണൽ വാല്യൂസ് മീൻസ് ഒരു വ്യക്തി ആ പ്രൊഫഷനോട് നീതി പുലർത്തണം. പ്രൊഫഷനോട് നീതി പുലർത്തുക മീൻസ് പ്രൊഫഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള റൂൾസും റെഗുലേഷൻസൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ, ബിസിനസ് വാല്യൂ. ബിസിനസ്സിൻ്റെ നല്ല മൂല്യങ്ങളും കൊണ്ടുവരണം അല്ലേ, അതായത് ബിസിനസ്സിൽ നല്ല എത്തിക്സൊക്കെ ഫോളോ ചെയ്യാം. അങ്ങനെ നല്ല രീതിയിൽ നല്ല എത്തിക്സൊക്കെ ഫോളോ ചെയ്യുമ്പോൾ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷനിലൂടെ നമുക്ക് നല്ല ലാഭം നേടിയെടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി വാല്യൂ ഡെവലപ്പ് ചെയ്യാം. അതായത് ആ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയുടെ വെൽഫെയർ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, ദെൻ നാഷണൽ വാല്യൂ. നമ്മൾ ഓരോരുത്തരും നന്നായാൽ, നമ്മുടെ സൊസൈറ്റി നന്നായാൽ നമുക്ക് നാഷണൽ ലെവലിലും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. നമുക്ക് നാഷണൽ വാല്യൂ കൂടി കൊണ്ടുവരാനായിട്ട് പറ്റും. ആ വ്യക്തിയുടെ റൈറ്റ്സും ഡ്യൂട്ടീസൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു തീർക്കണം. അപ്പോൾ നാഷണൽ വാല്യൂ കമ്മ്യൂണിറ്റിയിൽ നല്ലൊരു ഹാർമോണിയസ് റിലേഷൻഷിപ്പൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഫാമിലി വാല്യൂസ്. ഡിഫറെൻറ്റ് മെമ്പേഴ്സാണ്, ഡിഫറെൻറ്റ് ഫാമിലിയിൽ നിന്നും വരുന്ന ഡിഫറെൻറ്റ് മെമ്പേഴ്സാണ്. അപ്പോൾ എല്ലാവരും കൂടി കൂടിച്ചേർന്നുള്ള ഒരു ജോയിൻറ്റ് ഫാമിലി ആയിട്ടാണ് നമ്മളൊരു ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല നല്ല ഫാമിലിയുടെ മൂല്യങ്ങൾ കൂടി അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. These are the different values. Okay, then next one, role of ethical values in business. ബിസിനസ്സിൽ അപ്ലൈ ചെയ്യേണ്ട എത്തിക്കൽ വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എത്തിക്കൽ വാല്യൂസ് ഫെസിലിറ്റേറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് ബിസിനസ്സിൽ നല്ല എത്തിക്കൽ വാല്യൂസ് കൊണ്ടുവരുന്നത്? ഗുഡ് ഇമേജ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, നല്ല പേരും പ്രശസ്തിയൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഇമേജ് ബിൽഡിംഗ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്രിയേറ്റ് ട്രസ്റ്റ് ആൻഡ് സപ്പോർട്ട് ഓഫ് ഓൾ ഓർഗനൈസേഷൻ.
എല്ലാ ഓർഗനൈസേഷനും നല്ല ട്രസ്റ്റ്, ഒരു വിശ്വാസ്യത, പരസ്പരം ഒരു സപ്പോർട്ട് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം. സക്സസ്ഫുൾനെസ് ഇൻ ലോങ് റൺ, ബിസിനസ് ഇങ്ങനെ തുടർന്ന് പോകുന്തോറും കുറേ കാലങ്ങൾ നിലനിൽക്കും അല്ലേ? അപ്പോൾ എല്ലാ കാലത്തും നല്ലൊരു വിജയം കൊണ്ടുവരാനായിട്ടാണ് നല്ലൊരു എത്തിക്സ് ഫോളോ ചെയ്യേണ്ടത്. ഇംപ്രൂവ് ഇക്കണോമി എഫിഷ്യൻസി, സാമ്പത്തികമായിട്ടുള്ള ഭദ്രത കൊണ്ടുവരണം. ഓക്കെ. ബിസിനസ് വാല്യൂസ് അട്രാക്റ്റ് ഇൻവെസ്റ്ററെ അട്രാക്റ്റ് ചെയ്യണം. ബിസിനസ് വാല്യൂ അട്രാക്റ്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സിനെയാണ്. നല്ല മൂല്യങ്ങൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? നല്ല ബിസിനസ്സിൽ നല്ല നേട്ടങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.